അല്ലാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, അല്ലാഹുവല്ലാത്തവരോട് ഇസ്തിഗാസ പാടില്ലെന്ന് ആവർത്തിച്ച് പഠിപ്പിക്കുന്ന, അതിനുവേണ്ടി കഴിഞ്ഞ 30 വർഷമായി എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്ത ആളാണ് ഞാൻ. എത്രയോ വാദപ്രതിവാദങ്ങൾ ജമിയത്തുൽ ഉലമക്ക് വേണ്ടി ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. 2006 മുതൽ എന്നെ തിരുത്താനുള്ള നടപടികൾ തുടങ്ങിയെന്നും 23ഓളം നടപടിക്രമങ്ങൾ നടത്തിയെന്നും പറയുന്നത്. അതിനുശേഷം എന്റെ വാദപ്രതിവാദത്തിന് അയച്ചിട്ടില്ലേ? ഖണ്ഡന പ്രസംഗങ്ങൾ ഞാൻ നടത്തിയിട്ടില്ലേ? ഈ സംഘടനയുടെ ഉത്തരവാദപ്പെട്ട ഫത്വ ബോർഡിൽ ഞാൻ മെമ്പറായിരുന്നില്ലേ? അന്നൊക്കെ എന്നോട് എന്തുകൊണ്ട് ഇത് തിരുത്തി പറഞ്ഞില്ല? എനിക്കതിൽ കുറ്റപത്രം ഉണ്ടാക്കി നടക്കുന്ന ആളുകൾ കുറ്റപത്രം ആദ്യം കേൾപ്പിക്കേണ്ടത് കുറ്റം ചെയ്ത ആള്. എനിക്കിതുവരെ കുറ്റപത്രം കാണിച്ചിട്ടില്ല, എന്നെ കാണിക്കണ്ടേ? ഏത് സാധാരണ കോടതിയിൽ പോലും കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചിട്ട് പ്രതിക്ക് വല്ലതും പറയാനുണ്ടോ എന്ന് ചോദിക്കും. ആ ഒരു നാടൻ മര്യാദ പോലും ഇവിടെ പാലിച്ചില്ല. ഒരു വലിയ മതസംഘടനയാകുമ്പോൾ സത്യവും നീതിയും ഒക്കെ ഏറെ പാലിക്കുന്ന, പണ്ഡിതന്മാരെ നേതൃത്വം കൊടുക്കുന്ന സംഘടനയാകുമ്പോൾ അസാമാന്യ നീതിയെങ്കിലും പാലിക്കണ്ടേ? അത് പാലിച്ചില്ല. ഇനി നിങ്ങൾ നോക്കൂ, സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ഉള്ള കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ബഷീർ, അയാൾ പറയുന്നത് കേട്ടോളൂ. നമ്മുടെ നമസ്കാരത്തിൽ അല്ലാതെ ഇപ്പോൾ നമസ്കാരത്തിൽ 17 പ്രാവശ്യമെങ്കിലും നമ്മൾ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞു. അവിടെ അള്ളാഹു ചേർത്തു, നിന്നെ മാത്രം ആരാധിക്കും, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു. അവിടെ ഇന്നെ മാത്രം ആരാധിക്കും എന്ന് പറഞ്ഞ് അള്ളാഹു അവിടെ വെറുതെ നിന്നില്ല, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയിരുന്നു. ഈ സഹായതേട്ടം ഇന്ന് ഈ തൗഹീദി പ്രസ്ഥാനത്തെ അലങ്കോലപ്പെടുത്താൻ ആഗോളാടിസ്ഥാനത്തിൽ പല പദ്ധതികളും നടത്തി വരികയാണ്. ഇവിടെ കുബൂരിസവും മൗദൂസ്യവും സുരൂറിസമൊക്കെ ഈ തൗഹീദി പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചത് നമുക്കറിയാം. ഇപ്പോൾ ഒരു പുതിയ ഇസവും കൂടി ഈ തൗഹീദി പ്രസ്ഥാനം നശിപ്പിക്കാൻ വന്നത് ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം, സഹായം തേടാൻ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ പറഞ്ഞവർ വീണ്ടും പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടില്ല, വാദിച്ചില്ല. ഇവിടെ നിങ്ങൾ ഈ പരിപാടി കഴിയുന്നവരെ ശ്രദ്ധിക്കുക, എന്നിട്ട് അത് മനസ്സിലാക്കുക, അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, അങ്ങനെ വിശ്വാസമുണ്ടോ? ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം, സഹായം തേടാം എന്ന് പറഞ്ഞുകൊണ്ടൊരു കൂട്ടർ ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ വരുന്നു. പച്ച കള്ളമാണ് ഇയാൾ പറയുന്നത്. ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ. ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ കൊണ്ടുവരൂ. നിങ്ങൾ ആരാണ് ജിന്നിനെ വിളിച്ച് സഹായം തേടാം, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞത്? എത്ര സ്ഥലങ്ങളിലാണ് നിങ്ങൾ ഈ പച്ച കള്ളം പറഞ്ഞ് നടക്കുന്നത്? എത്ര സീഡികളാണ് നിങ്ങൾ ഇറക്കിയത്? ഒരേ യോഗത്തിൽ വെച്ചാണ് ഈ ശിർക്കാരോപണം നടത്തുന്നത്. യാതൊരു തെളിവുമില്ലാതെ ശിർക്കാരോപണം നടത്തുകയാണ്. ഇത് കൊണ്ടുവന്നത് മടവൂരികളാണ് 2002-ൽ. അത് ഏറ്റുപറഞ്ഞത് കുബൂരികളാണ്. ഇപ്പോൾ അത് ഏറ്റുപിടിച്ചത് നവമടവൂരികൾ എന്ന് ഞങ്ങൾ പേരിട്ട ഈ വിഭാഗമാണ്. എന്നാ സുഹൃത്തുക്കളെ, ഞങ്ങൾ ആദർശ വിശദീകരണവും കൊണ്ടങ്ങ് ഇറങ്ങിയപ്പോൾ ഇവർക്ക് നിക്കക്കള്ളിയില്ലാതെയായി. അവസാനം തിരുവനന്തപുരത്ത് മുജാഹിദ് ചുണക്കുട്ടികളുടെ മുമ്പിൽ നിങ്ങൾ ഇത് തെളിയിച്ചിട്ടേ നിങ്ങളെ വിടൂ, സത്യം ചെയ്യിപ്പിച്ചിട്ടേ നിങ്ങളെ വിടൂ എന്ന് പറഞ്ഞപ്പോൾ നിവൃത്തിയില്ലാതെ ഈ ശിർക്കാരോപകന്റെ നേതാവ് ഹനീഫ കായക്കൊടി പറഞ്ഞു, ഇല്ല, സക്കരിയ സലാഹിക്ക് അങ്ങനെ വാദമില്ല, ജബ്ബാർ മൗലവി തുറക്കൽ അദ്ദേഹത്തിന് അങ്ങനെ വാദമില്ല എന്ന് പറയാണ്. അതോ 1.5 വർഷത്തിലധികം ഇത് ഉണ്ടെന്നും പറഞ്ഞ് ഒളിഞ്ഞും തെളിഞ്ഞും പ്രചരിപ്പിച്ച് മുജാഹിദുകളെ ചേരി തിരിച്ച് 2 ചേരിയാക്കി സംഘടന പിടിച്ചെടുത്തു. കഴിഞ്ഞ KNM ഇലക്ഷനിൽ കള്ളപ്രചരണം നടത്തി, ശിർക്കാരോപണം നടത്തി, മുജാഹിദുകളെ വ്യക്തമായി ചേരി തിരിച്ചിട്ട് നാണമില്ലാതെ മുജാഹിദുകളെ മുമ്പിൽ വെച്ച് പറയാണ് സക്കരിയ സലാഹിക്ക് ആ വാദമില്ല. കേട്ടോളൂ അയാൾ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സക്കരിയ സലാഹിക്ക് അല്ലെങ്കിൽ അബ്ദുൽ ജബ്ബാർ മൗലവിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സലാഹിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സലാഹിക്ക് ജിന്നിനോട് എല്ലാ കാര്യങ്ങളിലും സഹായം തേടാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. അഭൗതികമായ കാര്യങ്ങൾ, ഉദാഹരണത്തിന് ജിന്നെ എനിക്കൊരു സന്താനത്തെ തരണേ, ജിന്നെ എനിക്കൊരു കുട്ടിയെ തരണേ, ജിന്നെ എന്റെ രോഗം മാറ്റണേ, ജിന്നെ എന്നെ സ്വർഗത്തിലെത്തിക്കണേ എന്നിങ്ങനെ ജിന്നിനോട് പറയാം എന്ന വാദം സക്കരിയ സലാഹിക്കില്ല. എവിടെയെങ്കിലുമുള്ള ഏതെങ്കിലും ഒരു ജിന്നിനോട് ഭൗതികമായ കാര്യങ്ങളും തേടാം എന്ന വാദവും സക്കരിയ സലാഹിക്കില്ല. സക്കരിയ സലാഹിയുടെ അപകടകരമായ വാദം എന്താണ്? നമ്മുടെ മുമ്പിലുള്ള ഒരു ജിന്ന്, ആ ജിന്നിന് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ആ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്നതാണ്. അതാണ് ഇപ്പൊ എന്റെ അപകടകരമായ വാദം. നിങ്ങൾ കണ്ടോ, നേരത്തെ ബഷീർ ഡോക്ടർ പ്രസംഗിച്ചതും
അതുപോലെ തന്നെ TP പ്രസംഗിച്ചു, ഞാൻ അവിടെ കേൾപ്പിച്ചു. അതിന്റെ പിന്നിലിരിക്കുന്നുണ്ട് ഈ ചങ്ങായി. ജിന്നിനോട് വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടർ വന്നിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ അദ്ദേഹം വാദിക്കും. ഈ യോഗം കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അത് തെളിയിക്കാൻ പോയാൻ അവന്. ഈ അനീഫ കായക്കൊടി അനസോടെ ഇരിക്കുന്നുണ്ട്. ഡോക്ടറെ, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, അദ്ദേഹത്തിന് അങ്ങനെ വാദെല്ലാം തിരുത്തി കൊടുക്കണ്ടേ? TP നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? അത് കഴിഞ്ഞ് ഏതാനും മാസം കഴിഞ്ഞിട്ടില്ല, 1-2 മാസം ആയപ്പോഴേക്ക് തിരുവനന്തപുരത്ത് മാറ്റി പറയാണ്. മാറ്റി പറയേണ്ടി വന്നു. കാരണം തെളിയിക്കാതെ കുട്ടികൾ വിടൂല എന്ന് പറഞ്ഞു. വളഞ്ഞു വെച്ചു, സത്യം ചെയ്യാത്തങ്ങൾ വിടൂല. അപ്പൊ സക്കരിയ സലാഹിക്ക് പ്രാർത്ഥിക്കാമെന്ന് വാദമില്ല, സഹായം തേടാമെന്ന് വാദമില്ല. എവിടെയെങ്കിലുള്ള ജിന്നിനോട് ഭൗതിക കാര്യം ചോദിക്കാമെന്ന് സക്കരിയ സലാഹിക്ക് വാദമില്ല. ജിന്നെ രക്ഷിക്കണേ, ജിന്നെ എനിക്കൊരു കുട്ടിയെ തരണേ എന്ന് പറയാനൊന്നും വാദമില്ല. പിന്നെ തൊട്ടടുത്തുള്ള ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കാമെന്ന് വാദമുണ്ടോ? അതുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ ചോദിച്ചാൽ ശിർക്കാവൂല എന്ന് വാദമുണ്ട്. കണ്ടോ? അപ്പൊ ഒരു ജിന്നിനോടും ഒന്നും ചോദിക്കാൻ പാടില്ലെന്നാണ് എന്റെ വാദമെന്ന് ഈ വാദം കൊണ്ടുവന്ന ശിർക്കാരോപണം കൊണ്ടുവന്ന ഹനീഫ് കായക്കൊടി തന്നെ സമ്മതിക്കുകയാണ്. എന്റെ പ്രസംഗം കേൾക്കുന്ന ഈ പ്രസ്ഥാനത്തുമായി ബന്ധപ്പെട്ട് ഇവരെയൊക്കെ താങ്ങി നടക്കുന്ന സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മനസ്സാക്ഷി മരവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ മാറി ചിന്തിക്കണം. പച്ചക്കള്ളം പറഞ്ഞ് മുജാഹിദുകളെ ചേരിതിരിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കേന്ദ്ര നേതൃത്വം പിടിച്ചെടുത്ത് ജില്ലാ കമ്മിറ്റികളിലും മണ്ഡലം കമ്മിറ്റികളിലും അധികാരം ഉറപ്പിച്ചത് ഈ കള്ളപ്രചരണം നടത്തിക്കൊണ്ടാണ്. ഒരു കൂട്ടർ ജിന്നിനെയും മലക്കിനെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി, സഹായം തേടാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ്. അവസാനമൊക്കെ കയ്യിലായതിനു ശേഷം ഗതികെട്ടപ്പോ ഗത്യന്തരമില്ലാതെ സമ്മതിക്കാണ്. അല്പമെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തോട് കൂറ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ നേതാക്കന്മാര് പറഞ്ഞ കള്ളം ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയണമെന്നാണ് എൻ്റെ മുജാഹിദ് സുഹൃത്തുക്കളോട്, ഇവരെയൊക്കെ താങ്ങി നടക്കുന്ന സംഘടനാവാദികളോട് എനിക്ക് പറയാനുള്ളത്. വാസ്തവത്തിൽ സുഹൃത്തുക്കളെ, എനിക്കങ്ങനെ ഒരു പുതിയ വാദവുമില്ല. ഞാൻ പറഞ്ഞിട്ടില്ല ജിന്നുകളോട് സഹായം ചോദിക്കാമെന്ന്. കൊളക്കടവിലാകട്ടെ, പുഴക്കടവിലാകട്ടെ, വിജനപ്രദേശത്താകട്ടെ, ജനപ്രദേശത്താകട്ടെ, ഏത് സ്ഥലത്തും അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. അവനോട് മാത്രമേ പ്രാർത്ഥനയുടെ അർത്ഥത്തിലുള്ള സഹായതേട്ടം നടത്താവൂ. ഇനി ഭൗതികമായ എന്തെങ്കിലും കാര്യങ്ങൾ ജിന്നിനോട് ചോദിക്കാൻ പാടുണ്ടോ? പാടില്ല. അള്ളാഹുവോ റസൂലോ അത് പഠിപ്പിച്ചിട്ടില്ല. സ്വഹാബത്ത് അതിന് മാതൃക കാണിച്ചു തന്നിട്ടില്ല. ഹാളറായ ജിന്നാകട്ടെ, ഗായിബായ ജിന്നാകട്ടെ, അടുത്തുള്ള ജിന്നാകട്ടെ, അകന്ന ജിന്നാകട്ടെ, ഒരു കാര്യവും ഒരു ജിന്നിനോടും ചോദിക്കാൻ പാടില്ല, ഒരു മലക്കിനോടും ചോദിക്കാൻ പാടില്ല. അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ അള്ളാഹുവിന്റെ പടപ്പുകളിൽ ആരോട് ചോദിച്ചാലും അത് ശിർക്കാണെന്നാണ് ഞങ്ങൾ ഇത്രയും കാലം ജനങ്ങളോട് പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. അതിനെതിരായി ഒന്നും തെളിയിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. പച്ചക്കള്ളം മാത്രം പറയാണ്. പുറത്തൊക്കെ അങ്ങനെ പറയും, ഓലെ മനസ്സിലുണ്ട് ഞങ്ങളാ പറയല്. അള്ളാഹു അങ്ങള് തന്നെ. എന്നാ പിന്നെ നിങ്ങൾ മൊയ്തീൻ ശൈഖിന്റെ മാതിരിയല്ലപ്പോ. ഖുറാബികൾ വിശ്വസിക്കുന്നത് മൊയ്തീൻ ശൈഖിന് അങ്ങനെ മറഞ്ഞ കാര്യം കൽബകത്തുള്ളതും കണ്ണ് കാണാത്തൊക്കെ അതുപോലെ ഇപ്പൊ വാദിക്കണേ നിങ്ങള് തന്നെ. സുഹൃത്തുക്കളെ, ഞങ്ങളെ മനസ്സിലുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. ഈ മനസ്സ് തുറന്നു കാണിച്ചെടുക്കാൻ പറ്റുമോ? ഞങ്ങൾ പുറത്ത് പറയുന്നതല്ലേ നിങ്ങൾ ഞങ്ങളെ കുറിച്ച് തീരുമാനം എടുക്കേണ്ടത്. ഞാൻ ജീവിച്ചിരിക്കുന്ന ആളാണ്. എനിക്കങ്ങനെ വാദമുണ്ടോ എന്ന് പറയേണ്ട ആള് ഞാനാണ്. ഇപ്പൊ ചേകനൂരിനൊരു വാദമുണ്ട് നമ്മൾ പറയാൻ കാരണം എന്താ? 3 വക്ത നിസ്കാരം ചേകനൂരിന് വാദമുണ്ട്. ചേകനൂർ ആ വാദം സ്ഥാപിക്കാൻ വേണ്ടി എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തു. അപ്പൊ നമുക്ക് മനസ്സിലായി അയാൾക്ക് ആ വാദമുണ്ട്. അതുപോലെ ഓരോരുത്തർ ജമാഅത്തെ ഇസ്ലാമിക്ക് വോട്ട് ചെയ്യൽ ശിർക്കാണെന്ന് വാദമുണ്ട്. എന്താ കാരണം? അവരങ്ങനെ എഴുതി പ്രസംഗിച്ചു. അപ്പൊ നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഒരു വാദം ഉണ്ടെങ്കിൽ ആ വാദം പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്യും. അതല്ല ഞങ്ങൾക്ക് ആ വാദമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ട് എന്ന് വെച്ചിട്ടെന്തിനാ? സാധാരണക്കാരെ ചേരിതിരിക്കാൻ നല്ല മരുന്നല്ലേ. ഒന്നുമില്ലാതെ പേപ്പിയും ടീപ്പിയും ഒക്കെ അത് പറയോ? ഇതന്നല്ല ഖുറാഫികളും പറയുന്നത്. ഒന്നുമില്ലാതെ ഇപ്പൊ ഈക്കയും കണ്ണിയത്തൊക്കെ ഇപ്പൊ അത് പറയോ? ഓലിപ്പോ എങ്ങനെ നമ്മളെ നരകത്ത് കൊണ്ടുപോകോ? അങ്ങനെയാണെങ്കിൽ ഓരും പോവില്ല നരകത്തില്. ഈ പൗരോഹിത്യ തഖ്ലീദ് ഇന്ന് സംഘടനാ തഖ്ലീദായി രംഗത്ത് വന്നിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കിക്കോളിയും. നാളെ പരലോകത്ത് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാരി യഖൂലൂന യാ ലൈതനാ അതഅന അല്ലാഹ വറസൂല അതഅന അല്ലാഹ വഅതഅന റസൂല. അവരെ മുഖങ്ങൾ ഇങ്ങനെ നരകത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടപ്പെടുമ്പോൾ അവർ വിലപിക്കുകയാണ്, ഞങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെ അനുസരിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു. റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വകുബറാഅനാ ഫഅല്ലൂന സബീല. ഞങ്ങൾ ഞങ്ങളെ നേതാക്കന്മാരെയും വലിയവന്മാരെയും അനുസരിച്ചു പോയല്ലോ, അവർ ഞങ്ങളെ വഴിപഴപ്പിച്ചല്ലോ. റബ്ബനാ ആതിഹിം ദിഅഫൈനി മിനൽ അദാബി വൽഅൻഹും ലഅനം കബീറാ. അവർക്ക് നീ ഇരട്ടിയായി ശിക്ഷ കൊടുക്കണേ, അവരെ നീ അതിയായി ശപിക്കണേ. പൗരോഹിത്യത്തെ പിൻപറ്റുന്ന നേതാക്കന്മാരെ തഖ്ലീദ് ചെയ്യുന്നവർക്കെതിരിൽ നമ്മൾ ഓതിയ ആയത്താത്. ഇത് സമസ്തക്കാർക്ക് മാത്രം ബാധകമായ ആയത്താ ആണോ?
അല്ലെങ്കിൽ വടവൂരികൾക്ക് മാത്രം ബാധകമായ ആയത്ത? അങ്ങനെയല്ലല്ലോ, എല്ലാവർക്കും ബാധകമായ ആയത്താണിത്. ഇത് പിൻപറ്റപ്പെട്ട നേതാക്കന്മാർ പിൻപറ്റിയ അനുയായികളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന സന്ദർഭം കണ്ടോ? ഞങ്ങളൊന്നും അറിയില്ല, ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ പറഞ്ഞതാ, ഈ നേതാക്കന്മാർ പറഞ്ഞിട്ടാ ഞങ്ങൾ വിശ്വസിച്ചെന്ന് പറയുമ്പോൾ അവരൊഴിഞ്ഞു മാറും. ശിക്ഷ മുന്നിൽ കാണുമ്പോൾ അവരുടെ ബന്ധങ്ങൾ മുറിഞ്ഞു പോകും. പാവപ്പെട്ട അനുയായികൾ അവിടെ വെച്ച് വിലപിക്കും, ഞങ്ങൾക്ക് ദുനിയാവിലേക്ക് ഒന്നുകൂടി മടക്കമുണ്ടായിരുന്നെങ്കിൽ ഇന്നിവർ ഞങ്ങളെ കൈയൊഴിഞ്ഞതുപോലെ ഞങ്ങൾ വീണ്ടും അവരെ കൈയൊഴിയുമായിരുന്നു. അങ്ങനെ അവർ പ്രവർത്തിച്ചതൊക്കെ ഖേദമായി അവർക്ക് കാണിച്ചു കൊടുക്കും. അവർ നരകത്തെ പുറത്തു കടക്കുന്നതല്ലെന്ന് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നേതാക്കന്മാരെ തഖ്ലീദ് ചെയ്ത് ഈ ശിർക്കാരോപണവുമായി നടന്ന് മഹല്ലുകൾ ഭിന്നിപ്പിച്ച് ആളുകളെ ചേരി തിരിച്ച് മദ്രസക്കും പള്ളിക്കും വേണ്ടി കടിവലി കൂടി ഇനിയും നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് പരലോകമായിരിക്കും. KNMന്റെ മെമ്പർഷിപ്പ് കൊണ്ട് പരലോകത്ത് രക്ഷപ്പെടൂല, KNM നേതാക്കൾ നിങ്ങളെ രക്ഷിക്കാണ്ടാവൂല. അത് മനസ്സിലാക്കിക്കോളി. ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ വാദമില്ല എന്ന് പറയുന്നത് എപ്പോഴാ? എല്ലാ നേരത്തും ചേരി തിരിച്ചു കഴിഞ്ഞിട്ട്. ഇതേ ഹനീഫ തന്നെ പറഞ്ഞതെന്താ? അബ്ദുൽ ജബ്ബാർ മൗലവിക്ക് തേടാമെന്ന് തന്നെയാണ് വാദം. കേട്ടോളൂ, തേടാന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിട്ടുണ്ടോ? തേടാന്ന് വാദം ഉണ്ടോ എന്നാണ്. ശരിക്കും തേടാന്ന് തന്നെയാ വാദം. തൗഹീദ് വിമർശനങ്ങൾക്ക് മറുപടി എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഈ വിഷയം പറഞ്ഞതിന് ശേഷം തുഹ്ഫത്തുൽ ദാക്കിരീൻ ഉദ്ധരിക്കുന്നുണ്ട്. ഇതുപോലെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും മലക്കുകളോടും ജിന്നുകളോടും സഹായാഭ്യർത്ഥന നടത്താമെന്ന് തുഹ്ഫത്തുൽ ദാക്കിരീനിൽ ഷൗക്കാനി പറഞ്ഞതും ഇത് തന്നെയാണ്. ഷൗക്കാനി എന്താ പറഞ്ഞത്? അനുവദനീയാണ്. ഇപ്പൊ നമ്മളെ പറ്റിയുള്ള വലിയ പരാതി, ഷൗക്കാനി മുശ്രിക്കാന്ന് പറഞ്ഞില്ലേ, ഇമാം നവവി മുശ്രിക്കാന്ന് പറഞ്ഞില്ലേ. ചിലരൊക്കെ പറയണത് കേട്ടാൽ വ്യക്തികളോടുള്ള വിരോധവും അന്ധമായ പക്ഷപാതിത്വവും എങ്ങനെയാണ് ആളുകളെ ഇങ്ങനെ നുണ പറയാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു. 2005 ഇറങ്ങിയ പുസ്തക അബ്ദുൽ ജബ്ബാറിന്റെ തൗഹീദ് വിമർശനങ്ങൾക്ക് മറുപടി. അത് കഴിഞ്ഞിട്ട് എത്ര വാദപ്രതിവാദത്തിന് അദ്ദേഹത്തിന്റെ കൂടെ പോയി. ഇന്നിപ്പോ ആ ബുക്ക് എടുത്ത് വായിച്ചിട്ട് 2012 ജാമിയയിൽ മുഖാമുഖം നടത്തിയിട്ട് പറയാണ് തേടാൻ തന്നെ വാദം. എന്താ തെളിവ്? 2005 ഇറങ്ങിയ ബുക്ക്. അതിനുശേഷം ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയില്ലേ? അതാ നൗഷാദ് ഹസനി ചോദിച്ചത്. അൽഹംദുലില്ലാഹ്, വളരെ മുതലായിട്ടുണ്ട് നിങ്ങളെ സംവാദം. മുജാഹിദ് പ്രസ്ഥാനത്തിൽ അടുത്ത പിളർപ്പിന്റെ പ്രഖ്യാപന സമ്മേളനമായി നമ്മുടെ ഈ സംവാദം മാറിക്കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. അല്ല അനീഫ് മൗലവി, നിങ്ങൾ സെൻസിംഗ് എടുത്ത് വായിച്ചതെന്താ? ആലുവയിൽ വന്നപ്പോ തന്നെ ജബ്ബാർ മുശ്രിക്കായിരുന്നു. ആ മുശ്രിക്കിനും കൂട്ടിയിട്ട് ഞങ്ങൾ തലശ്ശേരി വന്നത്. മുശ്രിക്കിനും കൂട്ടിയിട്ടായിരുന്നു നടത്തം. നിങ്ങളെ ജമിയത്തിൽ കൂടെ ഉലമ കൂടിയാൽ എത്ര മുശ്രിക്കുണ്ട്, എത്ര കാഫിറുണ്ട്, എത്ര മുവഹിദുണ്ട് പറയണം ജനങ്ങളോട്. ആലുവ കുന്നത്തേരിയിൽ വരുമ്പോ തന്നെ ജബ്ബാർ മൗലവി മുശ്രിക്കായിരുന്നെങ്കിൽ നിങ്ങൾ പിന്നെന്തിനാ തലശ്ശേരിയിലേക്ക് ആ മുശ്രിക്കിനെയും കൂട്ടി വന്നത്? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പൊ തനിച്ച ശിർക്കാരോപണം. അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ അടുത്ത് പോയി വാദപ്രതിവാദങ്ങൾക്ക് നോട്ടെടുത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് പഠിച്ച് അവസാനം അദ്ദേഹത്തിന് വേണ്ടി ശിർക്കാരോപിക്കുകയാണ്. അല്ലാത്തവരോട് തേടാൻ തന്നെയാണ് വാദം. അങ്ങനെ ഷൗക്കാനി പറഞ്ഞതായിട്ട് മൂപ്പർ പുസ്തകത്തിലുണ്ട്. ഷൗക്കാനി പറഞ്ഞതൊന്നും ഹനീഫ തേട്ടത്തെ കുറിച്ചല്ല. തേട്ടം എന്ന് പറഞ്ഞാൽ സാധാരണ പ്രാർത്ഥനയാണ്. വിളിച്ചു തേടുക എന്ന് പറഞ്ഞാൽ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന അർത്ഥം. അപ്പൊ അത് 2005 ഇറങ്ങിയ പുസ്തകത്തിൽ തേടാമെന്ന് വാദമുണ്ടെന്ന് പറയുന്ന എപ്പോഴാ? 2012. അപ്പൊ കഴിഞ്ഞ 6 കൊല്ലം നിങ്ങളതിനെ ന്യായീകരിച്ചില്ലേ? അബ്ദുൽ ജബ്ബാർ മൗലവി പറഞ്ഞതിനെയും എഴുതിയതിനെയും വ്യക്തമായി ന്യായീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ അനസ് മുസ്ലിയാരും അനീഫ കായക്കൊടിയൊക്കെ ചെയ്തത്. കാരണം ഈ അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ വാദത്തെ മടവൂരികൾ കുത്തിപ്പൊക്കി കുബൂരികൾ ഏറ്റെടുത്തു. അമ്പലക്കടവ് ഫൈസി ഏറ്റെടുത്തപ്പോ അമ്പലക്കടവ് ഫൈസിക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഇതേ അനസ് മുസ്ലിയാർ പറഞ്ഞത് കേട്ടോളൂ നിങ്ങളൊന്ന്. എന്നിട്ട് ഇയാൾ ഒരു വലിയ കളവ്, ഒരു വലിയ ബഡായി. എന്താ ബഡായി എന്നറിയോ? കേട്ടോളൂ, അദ്ദേഹം ഒരു വലിയ ബഡായി പറയാൻ. മുജാഹിദ് പ്രസ്ഥാനം രാത്രി മാത്രമല്ല പകലും ജിന്നിനോട് സഹായം ചോദിക്കാന്നാണ്, പിശാചിനോട് ചോദിക്കാന്ന് പറയുന്നത്. ഇവർ പറയുന്നത് വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. മരുഭൂമി എന്ന വലിയ കേസാണ്. നമ്മുടെ നാടിന്റെ മാതിരി മരുഭൂമിയിൽ അകപ്പെട്ടാൽ വഴി അറിയില്ലെങ്കിൽ ഒരു രക്ഷയില്ല, മരിച്ചു പോകുന്നേ വഴിയുള്ളൂ, വേറെ വഴിയില്ല. കാരണം എന്താ വെച്ചാൽ മരുഭൂമി ചുട്ടുപൊള്ളുന്ന മണൽക്കാടാ. ഒരു ആരും തുണക്കുണ്ടാവില്ല, റോഡും ഇല്ല, വഴിയില്ല, മനുഷ്യന്മാരില്ലാത്ത വിജനമായ പ്രദേശം. റോഡ് അറിഞ്ഞില്ലെങ്കിൽ വഴി അറിഞ്ഞില്ലെങ്കിൽ രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. അങ്ങനെ ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിൽ തൽക്കാലം സഹായം കിട്ടണമെങ്കിൽ പണ്ടൊക്കെ മുജാഹിദ് പറഞ്ഞ അള്ളാനോടല്ല മറ്റാരോടും പ്രാർത്ഥിക്കാൻ പാടില്ലെന്നാ. ഇപ്പൊ പറഞ്ഞത് അള്ളാനോടും പ്രാർത്ഥിക്ക, ജിന്നിനോടും പ്രാർത്ഥിക്ക, പിശാചിനോടും പ്രാർത്ഥിക്ക, മഹാത്മാക്കളോട് പാടില്ല എന്ന് മാത്രമേ പറയുള്ളൂ. കളവ്. ഒരു വാചകത്തിന്റെ തുണ്ടുധരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ?
കളവ് എന്നാ പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞത് സത്യം എന്നാ. അമ്പലക്കടവ് പറഞ്ഞത് കളവാണ്. അങ്ങനെ ഇല്ല. ജിന്ന് അല്ലാത്തോട് പ്രാർത്ഥിക്കാമെന്ന വാചകത്തിൽ ഇല്ല. ഇപ്പൊ പറയുന്നതോ ഉണ്ട് എന്നാ. കേട്ടോ, അമ്പലക്കടവ് എന്താണോ അന്ന് പറഞ്ഞത് അതാണ് ഇപ്പൊ അനസ് മുസ്ലിയാർ പറയുന്നത്. കേട്ടോളൂ. അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം, ജിന്നിനോട് പ്രാർത്ഥിക്കാം, പിശാചിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ വാചകത്തിന് ഒരു തുണ്ട് തെളിവുദ്ധരിക്കാൻ നിങ്ങൾക്ക് കഴിയോ? അതോട്ട് ഇങ്ങനെ നടക്കരുത്. വല്ലാണ്ട് കളവേ പറയൂ, അതേ ശീലിച്ചിട്ടുള്ളൂ. ആ നിർബന്ധമായി മറ്റുള്ളവർ സ്വീകരിക്കണം. ആ നിലപാട് ശരിയല്ല. അതന്നെ ഞങ്ങൾക്കും പറയാനുള്ളത്. നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കളവേ പറയൂ, എന്നിട്ട് അതിങ്ങനെ പ്രചരിപ്പിച്ച് നടക്കുക. അത് മറ്റുള്ളവരൊക്കെ സ്വീകരിക്കണം, അല്ലെങ്കിൽ പുറത്താക്കും. ആ നിലപാട് ശരിയല്ല. ഒരു വാചകത്തിന്റെ തുണ്ട് ജിന്നുകളോട് പ്രാർത്ഥിക്കാന്ന് മുജാഹിദുകൾ പറഞ്ഞത്രേ. അങ്ങനെ വാദിക്കണത്രേ. ശൈത്താനോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു അത്രേ. നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റുമോ? ഞങ്ങളും ചോദിക്കാണ്. ഞങ്ങൾ ചോദിക്കാം. നിങ്ങൾ അമ്പലക്കടവിനോട് ചോദിച്ച് ഞങ്ങളിപ്പോ നിങ്ങളോട് ചോദിക്കാം, ഒരു തുണ്ട് ഉദ്ധരിക്കാൻ നിങ്ങൾക്ക് കഴിയോ? ഇല്ല. എന്റെ മൂപ്പര് ഇത് പറഞ്ഞിട്ട് ഉദ്ധരിക്കുന്നത് കേട്ടോളൂ. ഉദ്ധരിക്കുന്ന വാചകം എന്താ കേട്ടോളൂ. പറഞ്ഞത് എന്താ വെച്ചാൽ, അപ്പൊ കുടുങ്ങാണെങ്കിൽ ജിന്നിനോട് ചോദിച്ചോളും. ജിന്ന് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്, പിശാച്ച് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, മനുഷ്യൻ, മലക്ക്, ജിന്ന്, എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച്, പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായത്തേട്ടം അതിലില്ല. അതുകൊണ്ട് അത് ശിർക്കല്ല. ഇവർ പറയുന്നത് ഈ വഴിയറിയാതെ വിഷമിക്കുന്ന വിജനമായ മരുഭൂമിയിലെ മുസ്ലിം സഹോദരന് പിശാചിനോട് വഴി കാണിച്ചു തരാൻ, ജിന്നിനോട് വഴി കാണിച്ചു തരാൻ ആവശ്യപ്പെടാതെ പറയുന്നത്. കണ്ടോ, ആ വാചകം കോട്ടിവാട്ടാണ് അദ്ദേഹം. ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ, ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാം. അപ്പൊ അയാൾ ഉദ്ദേശിക്കാൻ, എൻ്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത്. എങ്കിൽ അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതില്? ആ വാചകത്തിൽ അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത്? എന്താ തെറ്റതില്? അതാ ഞങ്ങളും ചോദിക്കണത്. എന്താ തെറ്റതില്? ജിന്നുണ്ടെങ്കിൽ ജിന്ന് കേട്ടോട്ടെ, ശബ്ദം കേൾക്കുന്ന പരിധിയിൽ. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്നല്ലേ ജബ്ബാർ മോളി പറഞ്ഞത്. അതിലെന്താ തെറ്റ്? ജിന്ന് ശബ്ദം കേൾക്കുന്ന പരിധി ജിന്ന് കേട്ടോട്ടെ, മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, മനുഷ്യന്റെ മനുഷ്യൻ കേട്ടോട്ടെ. എന്താ തെറ്റതില്? എന്താ തെറ്റതില്? അനസ് മുസ്ലിയാരെ ഈ പ്രദേശത്തിനടുത്ത തയ്യൽ കടവിൽ വന്ന് പ്രസംഗിച്ചാണ് ഇത്ര ഇത്. ഇങ്ങ് മാറ്റി പറയുന്നിട്ട് പച്ചക്ക് ആ അമ്പലക്കടവിന്റെ വാദപ്പം ഇവര് പറയണത്. 5 കൊല്ലം നിങ്ങൾ ഇത് പറഞ്ഞു നടന്നു. 2012 നിങ്ങൾ മാറ്റി പുതിയ തൗഹീദ് കൊണ്ടുവന്നു. അതുവരെ ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല എന്ന് പറഞ്ഞത് അത് ശിർക്കാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനമാണ് എന്ന് പറഞ്ഞു, അതീതമാണ് എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ഈ നരത്തിൽ ഒരുപാട് 5 കൊല്ലത്തോളം മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു. എന്നല്ല, കഴിഞ്ഞ 2012 വരെ, കഴിഞ്ഞ 1 നൂറ്റാണ്ട് നമ്മൾ പറഞ്ഞ തൗഹീദിലും ഇതാണുള്ളത്. ഇതേ അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് വിജനമായ സ്ഥലത്ത് ഒരാൾ ഒറ്റപ്പെടുമ്പോ അയാൾ വിളിച്ചു പറഞ്ഞാൽ അത് പ്രാർത്ഥനയാകുന്ന വിളിയല്ല. ഹാളറായ അവിടെ ഹാജറുള്ളവരോട്, ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ളവരോടാണ്. അവിടെ മനുഷ്യരില്ലാത്ത സ്ഥലമാണ്. പിന്നെ അവിടെ ആരാള്ളത്? ഇന്നലില്ലാഹി ഫിൽ അർളി ഹാദിറൻ. ആ പ്രദേശത്ത് അള്ളാഹ്ക്ക് വേണ്ടി ഹാദിറുള്ള ചിലരുണ്ട് എന്ന് ആ ഹദീസ് തന്നെ ഉണ്ട്. മാത്രല്ല ഇബാദൻ ലാ നറാഹും, അവരാരാണ്? നമ്മൾ കാണാത്ത അള്ളാന്റെ അടിമകളാണ്. ഹാദിറായാലും നമ്മൾ കാണാത്തവരാരാ? മനുഷ്യൻ ഹാദിറായ കാണൂലേ? ഹാദിറായാലും മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത് ആരാ? ഒന്നുകിൽ മലക്ക് അല്ലെങ്കിൽ ജിന്ന്. അപ്പൊ അവരവിടെ ഹാദിർ ഉണ്ടെന്ന ഹദീസിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു മുസ്ലിം സഹോദരൻ അവിടെ യാ ഇബാദല്ലാ എന്ന് വിളിക്കുന്നത്. അത് ഹദീസ് ദുർബലാണ്, അതുകൊണ്ട് ഞമ്മക്കതുകൊണ്ട് അമൽ ചെയ്യാൻ പറ്റൂല. പക്ഷെ ദുർബലമാണെന്ന് മനസ്സിലാക്കാതെ മുമ്പ് പലരും അത് അമൽ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എന്താ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞ് നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു എന്ന ഇയ്യാക നസ്തഈൻ എതിരാണ് ഈ വിളിയെങ്കിൽ അവിടെ സനദ് നോക്കാൻ നിൽക്കോ? ദുർബലമായ റിപ്പോർട്ടാണോ സഹീഹാണോ എന്ന് പരിശോധിക്കാൻ നിൽക്കോ? ഇയ്യാക നസ്തഈൻ എതിരായിട്ടൊരു വിളി ഒരു മുഅ്മിന് വിളിക്കോ? ആര് വിളിച്ചു? ലോക്കൽ ആളുകൾ വിളിച്ചതല്ല. ഇമാം അഹ്ലുസുന്ന അഹ്മദ് ബിൻ ഹംബൽ സഹീഹായ പരമ്പരയിലൂടെ അദ്ദേഹത്തിന്റെ സ്വന്തം മകന്റെ കിതാബിലാ പറയുന്നത്. ബാപ്പ ഹജ്ജിന് പോയപ്പോ മരുഭൂമിയിൽ വെച്ച് വഴിതെറ്റിയപ്പോ യാ ഇബാദല്ലാ ദുല്ലൂനി അല തരീഖ് എന്ന് പറഞ്ഞു. ആര് പിൻപറ്റാൻ വേണ്ടിയല്ല നമ്മൾ പറയുന്നത്.
നമ്മളത് മാതൃകയാക്കണം എന്നല്ല. ഇന്നും വിജനമായ സ്ഥലത്തും മരുഭൂമിയിൽ ചെന്ന യാ അല്ലാ യാ റഹ്മാൻ എന്നാ നമ്മൾ വിളിക്കേണ്ടത്. പ്രാർത്ഥന. പിന്നെ വിളി കേൾക്കുന്നിടത്ത് മനുഷ്യന്മാരാരുണ്ടെങ്കിൽ മനുഷ്യർ, അല്ലെങ്കിൽ മൊബൈൽ കയ്യിലുണ്ടാവും, റേഞ്ച് ഉണ്ടാവും അധിക സ്ഥലത്തും, അങ്ങനെ വിളിച്ചാൽ മതി എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം ഇത് ദുർബലമായ റിപ്പോർട്ടാണ്. പക്ഷെ അവരാരും ശിർക്കിലേക്ക് പോയിട്ടില്ല. ഇയ്യാക നസ്തഈനെതിരായ വിളിയായിട്ട് അവരാരും ഇത് കണ്ടിട്ടില്ല എന്ന് നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, 2009 അബ്ദുറഹ്മാൻ സലഫി ജിദ്ദയിൽ ചെന്നപ്പോ മടവൂർ വിഭാഗം ഇത് കുത്തിപ്പൊക്കി നമുക്കതിൽ ശിർക്കാരോപണം ശക്തിപ്പെടുത്തിയിരിക്കാം. അപ്പൊ മൂപ്പരൊരു പ്രവർത്തകനെ കൊണ്ട് ചോദ്യം ചോദിപ്പിച്ചിട്ട് മറുപടി പറയാം. തിരുവനന്തപുരത്തുള്ള അബ്ദുറഹ്മാൻ എന്ന പ്രവർത്തകനെ കൊണ്ട് ചോദ്യം ചോദിപ്പിക്കുക. കേട്ടോളൂ. എൻ്റെ പേര് അബ്ദുറഹ്മാൻ, തിരുവനന്തപുരം സ്വദേശിയാണ്. എനിക്ക് 2 ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. അത് മറ്റ് 2 പേരുടെ ചോദ്യങ്ങളാണ്. ധൈര്യമുണ്ടെങ്കിൽ ഈ സദസ്സിൽ ചോദിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുകയും എന്നാൽ ഇവിടെ വരാൻ ധൈര്യം കാണിക്കാതിരിക്കുകയും ചെയ്ത 2 പേരുടെ 2 ചോദ്യങ്ങളാണ്. അതായത് ഇപ്പോൾ സലഫി സൂചിപ്പിച്ചതുപോലെ ഷിർക്കിൻ്റെ ഒരുപാട് വശങ്ങൾ പറയുകയുണ്ടായി. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നും, എന്നാൽ ആ പ്രാർത്ഥന നേർച്ച മറ്റുള്ളവരോട് അർപ്പിക്കാൻ പാടില്ല എന്നും, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ചെയ്തതെങ്കിൽ പോലും അത് അള്ളാഹു ഒരിക്കലും പൊറുക്കില്ല എങ്കിൽ KNM അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം തന്നെ അത് ചെയ്യുകയാണെങ്കിൽ അള്ളാഹു ഒരിക്കലും പൊറുക്കില്ലല്ലോ. വിഷയം പറയാൻ കാരണം, വിജനമായ സ്ഥലത്ത് വെച്ച് ആരെങ്കിലും ഒരാൾ അള്ളാഹുവിൻ്റെ അടിമകളെ, അത് ജിന്നാകട്ടെ മലക്കാകട്ടെ ആരുമായിക്കോട്ടെ, എന്നെ സഹായിക്കൂ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാകുകയില്ല എന്ന് മുജാഹിദിന്റെ നേതാവ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ വിവരിച്ചു എന്നും, മാത്രമല്ല അത് ഇബ്നു കസീർ അല്ലേ എന്ന് പറഞ്ഞ് തള്ളാൻ കഴിയില്ല, ഇസ്ലാഹിൽ തന്നെ അത് പരാമർശിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. സത്യത്തിൽ ഇതിന്റെ എന്താണ് അടിസ്ഥാനം? ഇതിൽ ശിർക്കുണ്ടോ? എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതാണ് ചോദ്യം. 2009 ഇപ്പൊ അബ്ദുറഹ്മാൻ സലഫി പറയുന്നത് കള്ള ഹദീസും പിടിച്ചിട്ട് കള്ളത്തരം പറഞ്ഞിട്ട് മുജാഹിദുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോകാനാണ് ഈ ഹദീസായിട്ട് നടക്കണതെന്നാ. ആരാ ഈ ഹദീസ് കൊണ്ടുവന്നവരോട് ഞങ്ങൾ പറയാം, ഞങ്ങളതൊന്ന് ഒഴിവാക്ക്, ആ ദുർബല ഹദീസൊന്ന് ഒഴിവാക്ക്. നിങ്ങൾ ശിർക്കാരോപണത്തിന് വേണ്ടി അത് കൊണ്ടുവരല്ലേ? ഞങ്ങളല്ല കൊണ്ടുവന്നത്, ഖുബൂരികൾ കൊണ്ടുവന്നപ്പോൾ നമ്മൾ മറുപടി കൊടുത്തതാ. എന്നാൽ മുജാഹിദുകളെ കൊണ്ട് ചോദ്യം ചോദിപ്പിച്ച് 20 മിനിറ്റ് ആ ഹദീസ് വിശദീകരിച്ചത് ആരാ? അബ്ദുറഹ്മാൻ സലഫിയാണ്, ഞങ്ങളാരുമല്ല. അവിടെ ചോദിച്ചത് എന്താ? വിജനമായ സ്ഥലത്ത് വെച്ചിട്ട് ഒരാള് അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണേ, അത് ജിന്നാകട്ടെ മലക്കാകട്ടെ ആരുമാകട്ടെ, അങ്ങനെ വിളിച്ചാൽ അതിന് ശിർക്കുണ്ടോ എന്നാണ് ചോദ്യം. ആ ഹദീസിന് നമ്മളൊക്കെ കൊടുക്കുന്ന മറുപടി എന്തോ അത് 2009 മൂപ്പരും കൊടുത്തിട്ടുണ്ട്. ആ കാസറ്റ് ഇന്നും പിൻവലിച്ചിട്ടില്ല. പക്ഷെ അന്ന് അദ്ദേഹം കൊടുത്ത മറുപടി ഇന്ന് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ശിർക്കാരോപിക്കുകയാണ്. ശിർക്കാരോപണത്തിന്റെ ശക്തി എത്രയെന്നറിയോ? ആഗസ്റ്റ് 22 കഴിഞ്ഞ 2012 ആഗസ്റ്റ് 22 KNM ഭരണസമിതി എന്നെ പുറത്താക്കിയാലേ ഇവരാദ്യം എന്നെ അറിയിക്കണം അല്ലേ? എന്നാൽ എനിക്ക് കൗൺസിലിൽ ഒരു അപ്പീൽ പോകാം, സംസ്ഥാന കൗൺസിലിന്റെ മുമ്പിൽ പോകാം. പക്ഷെ എന്നെ അറിയിക്കാതെ 10 ദിവസം കഴിഞ്ഞ ഉടനെ തന്നെ സെപ്റ്റംബർ 2 സംസ്ഥാന കൗൺസിൽ തീരുമാനിച്ചു. എന്നെ അറിയിക്കാതെ കൗൺസിലും കഴിഞ്ഞ് പിന്നെയും 3 ദിവസം കഴിഞ്ഞിട്ട് സെപ്റ്റംബർ 5 എനിക്ക് കത്തുന്നത്. ഈ 10 ദിവസങ്ങൾക്ക് 3 മുഖാമുഖം നടത്തി. ഒന്ന് കൊടുവള്ളി മണ്ണിൽ കടവ്, ഒന്ന് എടവണ്ണ ജാമ്യ, ഒന്ന് ബുസ്താനുലും തൃശ്ശൂർ. ഈ 3ഉം ബൈലക്സിൽ ലൈവ് കൊടുത്ത് തൽസമയം സംപ്രേഷണ. എല്ലാവർക്കും അവനവൻ്റെ വീട്ടിൽ നെറ്റ് ഉള്ളവർക്കൊക്കെ ഇരുന്ന് കേൾക്കാം. കാന്തപുരത്തിൻ്റെ റൂമിലിരുന്ന് കേൾക്കാം, കാരക്കൊന്ന് ഷെയ്ഖ് മുഹമ്മദ് കാരക്ക് മൂപ്പര വീട്ടിൽ നിന്ന് കേൾക്കാം, പേരോടിൻ്റെ വീട്ടിൽ നിന്ന്. ആ രൂപത്തിൽ എല്ലാ ശത്രുക്കളും കേൾക്കാവുന്ന തരത്തിൽ പച്ചക്ക് ശിർക്ക് ആരോപിച്ചുകൊണ്ട് അവിടെ നിന്ന് മുഖാമുഖം നടത്തി. രാവിലെ 10 മണിക്ക് രാത്രി 1 മണി വരെ എടവണ്ണ ജാമ്യ മുഖാമുഖം. അതിലെന്തിനായിരുന്നു? സക്കരിയാസരായി ശിർക്കിലേക്ക് പോയി എന്ന് കൗൺസിലർമാരെയും മുജാഹിദുകളെയും പഠിപ്പിക്കുക. എന്നാ പിന്നെ സെപ്റ്റംബർ 2 ചോദ്യം ഉണ്ടാവില്ലല്ലോ, കൗൺസിലിന് ചർച്ച വരില്ലല്ലോ അതിനു വേണ്ടി. എന്നിട്ട് സുഹൃത്തുക്കളെ, ഞാൻ ശിർക്കിലേക്ക് പോയതിൽ വലിയ രോഷമുണ്ടെന്ന് വരുത്തി തീർക്കാൻ വലിയ അഭിനയിച്ചുകൊണ്ട് ഇയാൾ പറയാണ്, കള്ള ഹദീസം പിടിച്ച കള്ളത്തരം പറഞ്ഞിട്ട് ഈ ജിന്നുകളെ ഭൂമിയിൽ നിന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് മുജാഹിദുകളെ മുശരിക്കാക്കാൻ വേണ്ടി നടക്കുകയാണ്. കേട്ടുള്ള അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ ഭാഷ. സംസ്ഥാന സെക്രട്ടറി ആകാൻ പോണ ആളാ. മരുഭൂമി ചെന്നുപെട്ട ഒരു ജിന്നിനോട് ചോദിക്കാനുള്ള ഒരു കള്ള ഹദീസും പിടിച്ച് കള്ളത്തരം പറഞ്ഞ് മുവഹിദുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോവുകയാണോ? ഇതാണോ ഹദീസ് പണ്ഡിതന്മാരുടെ പണി? ഏത് ഹദീസാണോ നീ ഓതിയത്? ആരാണോ നിനക്ക് ഹദീസ് പഠിപ്പിച്ചു തന്നത്? മരുഭൂമിയിൽ പോയ ജിന്നിനോട് ചോദിക്കണമെന്ന് എവനാണോ നിന്നെ പഠിപ്പിച്ചത്? ആരാ നിനക്ക് ഹദീസ് പഠിപ്പിച്ചത്? ആ മുഹദ്ദിസിനെ കൊണ്ടുവാ ഇങ്ങോട്ട്, ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുവാ ഇങ്ങോട്ട്, ഹദീസ് പഠിപ്പിച്ചു തരാ. ഹദീസ് പണ്ഡിതന്മാരല്ലാത്ത ഞങ്ങളുടെ മുന്നിലേക്ക് വാ.
നിങ്ങള് പല കള്ളുഷാപ്പിന്റെ മുമ്പിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇങ്ങോട്ട് ഇങ്ങോട്ട്. മത സ്റ്റേജിലുകൾ കണ്ടിട്ടുണ്ടാവില്ല. ആ ലെവലിലേക്ക് എത്തിയാണ്. കള്ളുഷാപ്പിന്റെ മുമ്പിൽ നിന്ന് അലർന്ന പോലെ അലറുക. പരിപാവനമായ ഇടപെട ജാമ്യയുടെ ക്യാമ്പസിൽ രാത്രി 12 ആളില്ലാത്ത പോസ്റ്റിന് ഗോൾ അടിക്കളി. ഞങ്ങൾ ആരും അവിടെ ഇല്ലല്ലോ. കണ്ടുവേടാ ഇങ്ങോട്ട്. മുരീദന്മാര് മാത്രം മുമ്പില്. കാരണം അത് രോഷം. ഞാൻ ശിർക്കിലേക്ക് പോയത് മുമ്പ് രോഷം കൊള്ളുകയാണേ. സൂപ്പർ സ്റ്റാർ അഭിനേതാവാ. കരേൻ്റെ അടുത്ത് കരയും, ചീറേൻ്റെ അടുത്ത് ചീറും. എന്ത് സംസ്കാരമാണ് ഇയാൾക്കുള്ളത്? തനിച്ച ശിർക്കാരുള്ള നടത്തി ഞങ്ങൾ ആരാ മരുഭൂമി ചെന്നിട്ട് ജിന്നിനെ വിളിക്കാൻ വേണ്ടി ഈ അതീത് ഉദ്ധരിച്ചത്? നാണമുണ്ടെങ്കിൽ ഇയാൾ തെളിയിക്കട്ടെ. തൊലിക്കട്ടി ഇത്രത്തോളമുള്ള ഇദ്ദേഹം എനിക്ക് പറയുന്നതിന് വിഷമമുണ്ട്. ഇയാളാണ് ഇത്രേ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആകാൻ വേണ്ടി കുപ്പായിട്ട് നടക്കണത്. ഇയാളെ പൊക്കി നടക്കലാ ഇപ്പൊ പഠിച്ച ആളുകൾക്കുള്ള പണി. ഇയാളെ കൊള്ളു. ഇയാൾക്ക് എന്തൊക്കെ ഇയാൾ പറയുന്നത്? ഇലനക്കി, ചെറിനക്കി, പ്രഷ്ടം നക്കി, ഇതൊക്കെ ഇയാളെ ഭാഷ. മുജാഹിദ് പ്രവർത്തകരെ പറ്റി പറയുന്നതൊക്കെ ഇലനക്കിയാണ്, ചെറിനക്കിയാണ്, പ്രഷ്ടം നക്കിയാണ് എന്നൊക്കെ പറയുന്നയാള് നോക്കി. ഞങ്ങൾ ആരെങ്കിലും ഈ അതീത് ഉദ്ധരിച്ചിട്ട് ജിന്നുകളെ മരുഭൂമിന്ന് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ എന്തേ പറഞ്ഞിട്ടുള്ളൂ? ഖുബൂരികളെ, നിങ്ങൾക്ക് ഇതിൽ തെളിവില്ല. നിങ്ങൾ പറയുന്നത് മരിച്ചോരെ വിളിക്കാനല്ലേ. ഇതിന് മരിച്ചോരെ വിളിയില്ല. ഇത് ജീവനുള്ളവരെ വിളിക്കണത്. എവിടെയോ ഉള്ള മഹാന്മാരെ വിളിക്കലല്ലേ. ഇത് അവിടെ ഹാജറായോലെ വിളിക്കലാണ്. അള്ളാന്റെ കൈവിൽപ്പെട്ട് ചോദിക്കാനല്ലേ നിങ്ങൾ തെളിവ് പറഞ്ഞത്? ഇത് അവരെ കൈവിൽപ്പെട്ട് ചോദിക്കലാണ്. ഇത് സലഫി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ മറുപടിയാണ്. 71 ഉമർ മൗലവി കൊടുത്ത മറുപടിയാണ് സെൽസബീലിന്. ഞങ്ങൾ സെൽസബീൽ കാണിച്ചു. ഒരു മുസ്ലിയാര്, പയ്യോളിയിലുള്ള ഒരു മുസ്ലിയാര് ഇത് ഉദ്ധരിച്ച് തെളിവ് പറഞ്ഞപ്പോ അതിന് കൊടുത്ത മറുപടി എന്താ? ആ ഗതിമുട്ടിയ മുഅ്മിനെ സഹായിക്കാൻ മലക്കും ജിന്നും വന്നുമെത്തുമെന്നാണ് ഹദീസിലെ ഉപദേശം. അല്ലാതെ മരിച്ചവരെ വിളിക്കാൻ ഇത് തെളിവില്ല എന്നാണ്. വേണ്ട, ഇയാൾ തന്നെ കൊടുത്ത മറുപടി കേട്ടോളി. ഇപ്പൊ എന്നോട് മുഹദ്ദിസിനെ കൊണ്ടുവരണമുണ്ട്. കൊണ്ടുപോടാ മുഹദ്ദിസിനെ ഇങ്ങോട്ട്. ആരാണോ നിനക്കിത് പഠിപ്പിച്ചത് എന്നൊക്കെ ചോദിച്ചു. എന്നെ പഠിപ്പിച്ച മുഹദ്ദിസിനെ നിങ്ങൾ കണ്ടോളി. ആരെന്നെ പഠിപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവും. കള്ള ഹദീസ് 20 മിനിറ്റ് വിശദീകരിക്കുക. ആ മുഹദ്ദിസ് മൂക്കും തടച്ച് വരിക. യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് വിജനമായ സ്ഥലത്ത് ഒരാളും രക്ഷിക്കാൻ ഇല്ല എന്ന് തോന്നുന്ന സ്ഥലത്ത് ഒരാൾ വിളിച്ചു തേടാമോ എന്നതാണ് പ്രശ്നം. അങ്ങനെ ഒരു ഹദീസ് വന്നിട്ടുണ്ട് എന്നാണ് പ്രസ്തുത റിപ്പോർട്ട്. ആ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞാൽ ആരാ? മരിച്ചുപോയ ആളുകളോട് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്. ജീവിച്ചിരിപ്പുള്ളവരോടും ദുആ ചെയ്യുന്നത് ശിർക്കാണ്. മനുഷ്യരല്ലാത്തവരോട് ദുആ ഇസ്തിഗാസ ചെയ്യുന്നത് അതും ശിർക്കാണ്. ആകാശമാവട്ടെ, ഭൂമിയാകട്ടെ, നക്ഷത്രങ്ങളാകട്ടെ, സമുദ്രമാകട്ടെ, കല്ലാകട്ടെ, ഖബറാകട്ടെ, മരിച്ച മനുഷ്യരാകട്ടെ, ജീവനുള്ള മനുഷ്യരാകട്ടെ, ദുആയാണോ അത് അല്ലാഹു അല്ലാത്തവരോട് ചെയ്യുന്നത് ശിർക്കാണ്. അപ്പൊ റസൂലുള്ള ഒരിക്കലും ദുആ യാ ഇബാദല്ലാഹ് എന്ന് പറയുന്നത് അവരോടുള്ള ദുആ ആയിക്കൊണ്ട് ചെയ്യാൻ പഠിപ്പിക്കും എന്ന് വിശ്വസിക്കാൻ നിർവാഹമില്ല. നബി ഒരിക്കലും അത് ചെയ്തിട്ടില്ല, ചെയ്യാൻ പാടില്ല, ചെയ്യുന്നത് ശിർക്കാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഒന്നാമത്തത് അതാ. ഇതിനെപ്പറ്റി ഇപ്പൊ ചത്ത പോത്ത് എന്നാ പറഞ്ഞത്. ചത്ത പോത്തിന് പിന്നെ കുറുമ വെക്കണോ വരട്ടണോ എന്ന് ചിന്തിക്കോ? അതുകൊണ്ട് കുഴിച്ചിടല്ലേ ചെയ്യാൻ. ദുർബല ഹദീസാണ് കൊണ്ടുപോകുന്ന തട്ടിയാ പോരെ. ഇയാൾ 20 മിനിറ്റാ വിശദീകരിക്കണത്. എന്തിനാ ഇതൊക്കെ പറയണത്? യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് വിജനമായ സ്ഥലത്ത് വെച്ച് വിളിച്ചാൽ അതിന് ശിർക്കുണ്ടോന്നാ ചോദിക്കണത്. അത് ദുർബല ഹദീസല്ലേ, കൊണ്ടുപോകുന്ന ഒറ്റ തട്ട് കെട്ടിയ പോരെ. ഇയാൾ വിശദീകരിക്കാണ്. എന്താ വിശദീകരിക്കണത്? ചത്ത പോത്തിനെ വിശദീകരിക്കണം. എന്താ? ഈ കള്ള ഹദീസ് എന്നാ ഇപ്പൊ പറയണത്. കള്ള ഹദീസ് എന്നാ റസൂലുള്ളാഹിന്റെ പേരിൽ കെട്ടിയുണ്ടാക്കിയ ഹദീസ് എന്നാ. അങ്ങനത്തെ മൗദൂആയ ഹദീസാണ് ഇതെന്ന് മുഹദ്ദിസുകൾ പറഞ്ഞിട്ടില്ല. ഇത് ഹസനായ സനദ്, സ്വീകാര്യമായ സനദ് തന്നെ ഇതിനുണ്ട് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. പക്ഷെ ഇബ്നു അബ്ബാസിൽ മൗഖൂഫാണത്, നബി വരെ എത്തുന്ന മർഫൂ അല്ല. അവിടെ സഹാബിയുടെ വാക്കായിട്ട് അതിനെ പരിഗണിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന് ഒറ്റപ്പെട്ട അഭിപ്രായം എന്ന നിലക്ക് അത് ദലീലായി സ്വീകരിക്കാൻ നമുക്ക് നിവൃത്തിയുമില്ല. ഏതായിരുന്നാലും മൗഖൂഫ് സഹീഹാണ്, എന്നാൽ ഹസനാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ടല്ലോ. അപ്പൊ പരിക്ക് പറ്റിയ പോത്ത് എന്ന് പറഞ്ഞാൽ പോരെ, ചത്ത പോത്ത് എന്ന് പറയണോ? ഏതായാലും ആ ചത്ത പോത്തുകൊണ്ട് ഇപ്പൊ കുറുമ വെക്കണ അപ്പൊ നിങ്ങൾ കേട്ടത് എന്താ? ആദ്യത്തെ മറുപടി യാ ഇബാദല്ലാഹ് എന്നത് അവരുള്ള ദുആ ആയി റസൂൽ പഠിപ്പിച്ചിട്ടില്ല.
ദുആ ആണോ ശിർക്കാണ്? അത് മരിച്ചവരാകട്ടെ ജീവിച്ചവരാകട്ടെ കല്ലാകട്ടെ ഖബറാകട്ടെ എല്ലാം എന്തും പറയാലോ. ദുആ ആണോ അത് ശിർക്കാണ്. അതുകൊണ്ട് ഇത് ദുആ ആയി ചൊല്ലാൻ റസൂല് പഠിപ്പിച്ചിട്ടില്ല. ഒന്നാമത്തെ മറുപടി. ഇനി രണ്ട് കേട്ടോളി. രണ്ടാമത്തേത്, ഈ റിപ്പോർട്ടിന്റെ സനദ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മുതൽക്ക് അൽബാനി അടക്കമുള്ള ആളുകൾ വിശകലനം ചെയ്യുകയും അതിന്റെ സനദിന്റെ ന്യൂനത അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇത് നേർക്കുനേരെ നമ്മൾ എടുത്താൽ തന്നെ ഇവിടുത്തെ പ്രശ്നം എന്തുള്ളൂ എന്നറിയോ? ഒരു വിളിച്ചു പ്രാർത്ഥനയല്ല. പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത്, വിജനമായൊരു സ്ഥലത്ത് ചെന്നുപെട്ടാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ മണ്ടിയേരിയോ എന്ന് പറഞ്ഞ് വിളിക്കുന്നൊരു ശൈലി ഞങ്ങളെ മലപ്പുറം ഭാഗത്തൊക്കെ ഉണ്ട്. ചിലപ്പോൾ ആ വാക്കിന് പകരം വേറെ വാക്കായിരിക്കും വേറെ സ്ഥലത്തുണ്ടാകുക. ഇത് ആരോടാ? മരിച്ചുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? അല്ല, എൻ്റെ വിളി കേൾക്കുന്നിടത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അത് കേട്ട് എന്നെ സഹായിക്കട്ടെ എന്നുള്ള നിലക്കാണ്. അത് ശിർക്കിലേക്ക് പോകുന്ന വിളിയല്ല. കണ്ടോ? അത് ശിർക്കിലേക്ക് പോകുന്ന വിളിയല്ല. ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ശബ്ദം കേൾക്കുന്നിടത്തും അല്ല മനുഷ്യന്മാരുണ്ടെങ്കിൽ ഓടി വരട്ടെ എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് പറയും? വണ്ടി വരിയോ എന്ന് പറയും, ഓടി വരണേ എന്ന് പറയും. അത് ശിർക്കിലേക്ക് പോകുന്ന വിളിയാ? അല്ല. അതുപോലെ ഉള്ളത് അത് ജായിസായ സാധാരണ അനുവദിക്കപ്പെട്ടൊരു വിളിയല്ലേ അത്? അതുപോലത്തെ അനുവദിക്കപ്പെട്ട വിളിയാണിത്. ശിർക്ക് അല്ല എന്ന് മാത്രമല്ല, ശിർക്കിലേക്ക് പോകുന്നുള്ള പേടിയും കൂടിയും വേണ്ട. വസീലത്ത് ശിർക്കും കൂടി ആവൂല. നോക്കണം നിങ്ങള്, ശിർക്കിലേക്ക് പോകുന്ന വിളിയല്ല. കാരണം സാധാരണ മനുഷ്യന്മാരെ നമ്മൾ വിളിക്കണ്ടല്ലോ. അതെന്താ? അത് ജായിസായ വിളിയല്ലേ? അതുപോലെ ജായിസായ വിളിയാണ്. വണ്ടിയേരിയോ എന്നുള്ള വിളി പോലെയാണ്. കണ്ടോ? ഇനി കേട്ടോളൂ. മാത്രമാണ് ആ റിപ്പോർട്ടിലുള്ളത്. ഇനി അതിന്റെ സനദിന്റെ വിശദാംശത്തിലേക്ക് പോകാതെ തന്നെ അത് എടുത്താൽ ഇത്രയേ അതിലുള്ളൂ. അതിലൊരു അപാകത ഒരാൾക്കും കാണാൻ കഴിയില്ല. അതോ സനദിന്റെ വിശദാംശത്തിലേക്ക് പോകണ്ട, ലൈഫ സയ്യൊന്നും നോക്കേണ്ടതില്ല. സനത് നോക്കാതെ തന്നെ നേർക്ക് നേരം എടുത്താൽ എന്തേ ഉള്ളൂ? ഒരപാകത അതിലില്ല. മണ്ടിയേരിയോ എന്നുള്ള വിളി അതിൽ അപാകത ഉണ്ടോ? ഇല്ല. അതുപോലത്തെ ഒരു സാധാരണ വിളിയാണത്. ഒരപാകത ആർക്കും കാണാൻ കഴിയില്ല. ഇപ്പൊ പറഞ്ഞ ചെറുക്കാണെന്നാ. നീ കേട്ടോളൂ. അങ്ങനെ വിജനമായി കിടക്കുന്ന സ്ഥലത്ത് നമുക്കറിയോ അവിടെ ആരെങ്കിലും മനുഷ്യന്മാരും ഇല്ല, അവിടെ ജിന്നുകൾ മാത്രമേ ഉള്ളൂ. അപ്പം വിജനമായി കിടക്കുന്നിടത്ത് ഇത് ജിന്നാണ് എന്ന് സമർത്ഥിച്ചുകൊണ്ടത് ജിന്നിനോടുള്ള പ്രാർത്ഥനയാണ്, അപ്പൊ അങ്ങനെ ചെയ്യുന്നത് ശിർക്കാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ജിന്ന് അവിടെ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയില്ല എന്ന് പറയാൻ പറ്റുമോ? ആർക്കാണ് ജിന്നുള്ള സ്ഥലം ഇന്നടത്ത് എന്ന് നിർണ്ണയിക്കാൻ പറ്റുക? പൊതുവെ അവർ ഇന്നിടങ്ങളിലൊക്കെ ഉണ്ടാവാം എന്നുള്ള ഒരു നിലപാടല്ലാതെ ഇപ്പൊ സൗദി അറേബ്യയിൽ മനുഷ്യൻ താമസിക്കുന്ന സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് താമസിക്കുന്ന സ്ഥലം, വീട് നമ്പർ, അതേപോലെ തന്നെ പിന്നെ ഫ്ലാറ്റുകള്, പിന്നെ ബാച്ചിലേഴ്സ്, ഫാമിലികള്, പിന്നെ കോട്ടേജുകൾ, അതേപോലെ കൊട്ടാരങ്ങള്, ഇതൊക്കെ ഉള്ള സ്ഥലങ്ങൾ എവിടെയെന്നുള്ളതൊക്കെ മാർക്ക് ചെയ്ത് കാണിക്കാൻ പറ്റും. മറ്റേതാർക്കെങ്കിലും ഇവിടെ കാണിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ അത് ഇന്ന സ്ഥലത്ത് ചെന്നിട്ട് അവിടുന്ന് ഇങ്ങനെ വിളിച്ചാൽ അത് അവർ തന്നെയാണ് എന്ന് ഒരു തീരുമാനത്തിലെത്തിയിട്ട് ഇത് അവരോടുള്ള തേട്ടവുമാണ്, അതുകൊണ്ട് അത് ശിർക്കുമാണ് എന്ന് പറയുന്നതിന് എന്തില്ല? യാതൊരു അടിസ്ഥാനവും യഥാർത്ഥത്തിലുള്ള ഇത് അവരോടുള്ള പ്രാർത്ഥന അല്ല എന്നാണ് ഞാൻ തീർത്തു പറയുന്നത്. പിന്നെ 2009 മുമ്പ് തീർത്ത് പറഞ്ഞാണ് ഇത് അവരോടുള്ള പ്രാർത്ഥന അല്ല. തീർത്ത് പറഞ്ഞോടത്തുനിന്ന് കേന്ദ്രം ഇലക്ഷൻ വന്നപ്പോ മൂപ്പര് പിന്നോട്ട് പോയി. കാരണം എന്താ? സിൽബന്ദികൾ പിന്നാലെ കൂടി, അഖലാനികൾ പിന്നാലെ കൂടി മൂപ്പരെ നേതാവാക്കി കേന്ദ്രം പിടിച്ചെടുക്കണം തീരുമാനിച്ചു. അഹ്ലുസുന്നത്തിന്റെ ആദർശം പ്രസംഗിക്കുന്നവരൊക്കെ കുത്തി പുറത്തിയടിക്കണം തീരുമാനിച്ചു. കുറെ താടിവടിയന്മാർ പിന്നാലെ കൂടി. എന്നിട്ട് എന്താക്കി? ഇയാളോട് പറഞ്ഞ് എന്ത് നമുക്ക് ശരിയാക്കണം. അതിന് കേന്ദ്രം ഇലക്ഷനിൽ കള്ളപ്രചരണം തുടങ്ങി. എന്താ? യായ്വാദുല്ലാഹിനൂനി എന്ന കള്ള ഹദീസും കൊണ്ട് ജിന്നുകളെ വിളിക്കാൻ വേണ്ടി കുറെ ആൾ പറയുന്നുണ്ട്. ആര് പറഞ്ഞു? എവിടെ പറഞ്ഞു? ഇയാൾ പറഞ്ഞ പോലെ മുജാഹിദ് കേരളത്തിൽ ഒരാളും പറഞ്ഞിട്ടില്ല. അത് അവരോടുള്ള പ്രാർത്ഥന അല്ല എന്ന് ഞാൻ തീർത്തു പറയുകയാണ്. ഇപ്പൊ പറഞ്ഞതോ അത് അവരോടുള്ള പ്രാർത്ഥന ആണ് അല്ല എന്ന് പറഞ്ഞാണ് പുറത്താക്കും. അങ്ങനെ പുറത്തായിക്കൊണ്ടേയിരിക്കുകയാണ്. നീ കേട്ടോളി ബാക്കി. ഇവിടെ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു വിഭാഗം മാത്രമാണ് എന്ന് പരിമിതപ്പെടുത്താൻ ഒരു റിപ്പോർട്ട് അങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ വേറെ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞ പദപ്രയോഗം അള്ളാന്റെ അടിമകളെ എന്ന് പറഞ്ഞാൽ അത് ഇവർ മാത്രാണ് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പരിമിതപ്പെടുത്താൻ കഴിയില്ല എന്നാണ്. ജിന്നുകൾ മാത്രാണെന്ന് പരിമിതപ്പെടുത്താൻ കഴിയില്ല.
കാരണം എന്താ, ഒരു റിപ്പോർട്ട് അങ്ങനെ വന്നിട്ടുണ്ട്, അത് കളവാ, ആ ഒറ്റ റിപ്പോർട്ടും ഇല്ല. അത് പല സ്ഥലത്ത് നമ്മൾ ആ റിപ്പോർട്ട് കൊണ്ടുവരും, ഇതുവരെയും സാധിച്ചിട്ടില്ല അവർ കൊണ്ടുവരാൻ. ഇരിക്കട്ടെ, ഇനി ആരൊക്കെയാണ് ആ ഇബാദല്ലാഹ് എന്നുള്ള വിളിയിൽ ഉൾപ്പെടുക? ഏതൊക്കെ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് ഉള്ളത്? കേട്ടോളിയും പറയണത്. മലായികത്താണ് എന്ന് വന്ന റിപ്പോർട്ടുകളുണ്ട്, ജിന്നും അതിൽ ഉൾപ്പെടും എന്ന റിപ്പോർട്ടുകളുണ്ട്. അറിയാത്ത മനുഷ്യന്മാരെ ഉദ്ദേശിച്ചുകൊണ്ടും യാ ഇബാദല്ലാഹ് എന്ന് വിളിക്കാം എന്നതിലും പക്ഷാന്തരം ഇല്ല എന്നർത്ഥം. ആ ഒരു ഉദ്ദേശത്തിലാണ് പിന്നെ ഇങ്ങനെ ഒരു ശബ്ദവും കേൾക്കുന്നില്ല, ഒരാളും കാണുന്നുമില്ല, വിജനമായ ഒരു സ്ഥലമാണ്. അവിടെ വെച്ചിട്ട് യാ ഇബാദല്ലാഹ് അഈനൂനി, അള്ളാഹിന്റെ അടിമകളെ എന്നെ സഹായിക്കി എന്ന് പറഞ്ഞ കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാളിൽ നിന്ന് സഹായം ചോദിക്കുന്നത് ഒരു തെറ്റുമില്ല. ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എൻ്റെ വിളി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കുക എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അതിൽ ശിർക്ക് വരുന്നില്ല എന്നർത്ഥം. കണ്ടോ, അതിൽ ശിർക്ക് വരുന്നില്ല എന്നർത്ഥം. ഇപ്പൊ പറഞ്ഞത് ശിർക്ക് വരുന്നുണ്ട് എന്നാ. എന്താ 2009 ശേഷം ഇപ്പൊ 2012 ജിബ്രീൽ വന്നോ? സിറി ടവറിൽ പുതിയ വഹി ഇറങ്ങിയോ? എപിക്ക് നിങ്ങൾ പറയണ മറുപടി അല്ല. ടിപിക്ക് കടലുണ്ടിയിൽ വഹി വന്നോ? എവിടുന്ന് കിട്ടിങ്ങൾക്ക് ഇപ്പൊ പുതിയ ശിർക്കാണ് എന്നുള്ളത്? ഇതിൽ ശിർക്ക് വരുന്നില്ല എന്ന് 2009 പറഞ്ഞിട്ട് ഇപ്പൊ തിരുത്താൻ എന്താ കാരണം? നോക്കണം നിങ്ങൾ. ജിന്നാണെന്ന് പറയുന്ന റിപ്പോർട്ടുണ്ട്, മലായിക്കത്താണെന്ന റിപ്പോർട്ടുണ്ട്, പിന്നെ അറിയാത്ത മനുഷ്യരെ ഉദ്ദേശിച്ചുകൊണ്ടും അങ്ങനെ പറയാമെന്നതിൽ പക്ഷാന്നല്ല. അത് മൂപ്പരെ പോക്കറ്റുന്നാണ്, അത് റിപ്പോർട്ടിലുള്ളതല്ല. അതെന്താ മൂപ്പര് പറയാ? അനസ്മുസിയാർ പറയാണ്, ഇപ്പൊ നമ്മള് അറേബ്യയിലൊക്കെ പോയാൽ നമ്മളെ പേരറിയില്ലെങ്കിൽ അബ്ദുല്ലാ എന്ന് വിളിക്കും, അഹമ്മദ് എന്ന് വിളിക്കും, അബ്ദുല്ലാ. അപ്പൊ ആ അർത്ഥത്തിൽ കുറെ ആളുണ്ടെങ്കിൽ ഇബാദല്ലാഹ് എന്ന് വിളിക്കൂലേ, അതുപോലെയാണ്. അത് മൂപ്പരെ ശീൽബന്ധികളുടെയും വക. ആ റിപ്പോർട്ടിലുള്ളത് ജിന്നാണെന്നുണ്ട്, മലക്കാണെന്നുണ്ട്. ഞാൻ പറഞ്ഞതല്ല, ഇദ്ദേഹം പറഞ്ഞ രണ്ടത്. ഈ സീഡി പിൻവലിച്ചണോ? മാപ്പ് പറഞ്ഞണോ? തൗബ ചെയ്തണോ? നിങ്ങൾ ചോദിക്കണം. ഇയാളെ താങ്ങി നടക്കുന്ന ചില ആളുകൾ ഈ പരിസരത്തൊക്കെ ഉണ്ടല്ലോ, പള്ളിക്കും മദ്രസക്കും വേണ്ടി. അപ്പൊ ഈ ദുർബല ഹദീസിന് 20 മിനിറ്റ് വ്യാഖ്യാനം കൊടുത്തത് ആരാ? ഞാനല്ല. ഈ പറഞ്ഞ മറുപടിയൊക്കെ തന്നെ നമ്മളും പറയുന്നത്. അതിൽ ജിന്ന് പെടും, മലക്ക് പെടും. അതുകൊണ്ട് അത് പ്രാർത്ഥനയല്ല, അത് മണ്ടിയരോ എന്ന് പറയുന്നത് പോലത്തെ ഒരു വിളി പോലത്തെ ഒരു വിളിയുള്ളൂ, അതിലൊരിക്കലും ദുആ അല്ല. ഇതാണ് നമ്മൾ പണ്ടേ പറഞ്ഞ മറുപടി. ആ മറുപടിയിൽ ഇന്ന് നമ്മൾ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് പറയുന്നു നമ്മൾ ശിർക്കിലേക്ക് പോയി. ഇപ്പൊ പറഞ്ഞെടുക്കണം എന്താണെന്നറിയോ? ഈ വിഭാഗം നേരത്തെ പറഞ്ഞതുപോലെ പ്രസംഗം കേൾക്കാൻ കൂടി വരൂല. ഖുറാഫികളെക്കാളും കഷ്ട. സക്കരിയ സലാഹിയുടെ പ്രസംഗം കേൾക്കാൻ പോകാൻ പാടില്ലെന്ന് നാണം കെട്ട സർക്കുലർ ഇറക്കേണ്ട ഗതികേട് വന്നില്ലേ നിങ്ങൾക്ക്? ഇവിടെ ചേകനൂര് പോയി ഹദീത്തിന്റെ ഒരു തുണ്ടോ മണ്ട, ഖുർആൻ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ശുദ്ധ കുഫ്ർ പ്രസംഗിച്ചു. അയാളുടെ പ്രസംഗം കേൾക്കരുതുണ്ട് സർക്കുലർ ഇറക്കിയോ KNM. അതുപോലെ മുഅ്ജിസത്തുകളെ നിഷേധിച്ചുകൊണ്ട് CN അഹമ്മദ് മൗലവി പുറത്തുപോയി. അയാളെ പ്രസംഗം കേൾക്കുന്ന സർക്കുലർ ഇറക്കിയോ? ഹുസൈൻ മടവൂരും കൂട്ടരും ആദർശം മാത്രമല്ല, ഒരുപാട് പള്ളികളും സ്ഥാപനങ്ങളും കൈവശപ്പെടുത്തി. കള്ള രജിസ്ട്രേഷനിലൂടെ പലതും കൈവശപ്പെടുത്തി. ശബാബ് കൈവശപ്പെടുത്തി, പുടവ് കൈവശപ്പെടുത്തി, അതുപോലെ ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് മർക്കസ് ദേവ കൈവശപ്പെടുത്തി. എന്നിട്ട് പോലും അവരെ പ്രസംഗം കേൾക്കുന്നത് സർക്കുലർ ഇറക്കിയിട്ടില്ല. എന്താ സക്കരിയ സലാഹിന്റെ പ്രസംഗം കേൾക്കുന്നതെന്ന് മാത്രം സർക്കുലർ ഇറക്കാൻ കാരണം എന്താ? അത് ജനങ്ങൾ കേട്ടാൽ ജനങ്ങൾക്ക് കാര്യം മനസ്സിലാകും. നേതാക്കന്മാരെ കള്ളത്തരം ജനങ്ങൾക്ക് ബോധ്യപ്പെടും. അതുകൊണ്ടാ കേൾക്കണ്ട എന്ന് പറയുന്നത്. ഇത്ര നാണം കെട്ട ഒരു സർക്കുലർ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ചോദിച്ചു നോക്കൂ. അങ്ങനെ സർക്കാർ കണ്ട ഗതികേട് നിങ്ങൾക്ക് വന്നില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ഈ പറഞ്ഞ മറുപടി ഈ ഹദീസിനെ പറ്റി യാ ഇബാദല്ലാഹ് ചർച്ച ചെയ്യാൻ തന്നെ പാടില്ല എന്നപ്പ പറയുന്നത്. ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തത് ജമിയത്തുൽ ഉലമ ഹനീഫ കായക്കൊടിയാണ്. ഈ 2012 ജനുവരിയിൽ പോലും സുഹൃത്തുക്കളെ ഇതാ KJUവിന് കൊടുത്ത പ്രബന്ധം, ഫൈസൽ മുസ്ലിയാരും ഹനീഫ കായക്കൊടിയും കൊടുത്ത പ്രബന്ധം 2012 ജനുവരി, ഒരു കൊല്ലം തികയുന്നുള്ളൂ. ആ പ്രബന്ധത്തിൽ സുഹൃത്തുക്കളെ ഇതിന്റെ 18ാമത്തെ പേജിൽ യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഹദീസിനെ പറ്റി പറഞ്ഞത് കേട്ടോളൂ. യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഹദീസിന്റെ സനദിനെ കുറിച്ചുള്ള ദീർഘമായ ചർച്ചയ്ക്ക് ഇവിടെ മുതിരുന്നില്ല. ഈ ഹദീസ് ദുർബലമാണെന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത്. അപ്പൊ ന്യൂനപക്ഷം ദുർബലല്ല എന്ന് പറഞ്ഞുകൊണ്ടെന്ന് കിട്ടിയില്ലേ? ഇനി കേട്ടോളൂ. സൂക്ഷ്മ പഠനത്തിന് ശൈഖ് നാസറുദ്ദീൻ അൽബാനിയുടെ സിൽസിലത്തു അഹാദീസുൽ ദഈഫ വായിക്കുക, നമ്പർ 615. ഈ ഹദീസ് സ്വീകാര്യമാണെങ്കിൽ പോലും അല്ലാഹു അല്ലാത്തവരുടെ പ്രാർത്ഥനയ്ക്ക് ഇതിൽ തെളിവല്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയും അതിനുള്ള ന്യായങ്ങളും തെളിവുകളും സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ലഈഫ എന്ന് പറഞ്ഞാൽ പോയാ പോരെ, പിന്നെ സ്വീകാര്യമാണെങ്കിൽ പോലും എന്ന് പറഞ്ഞാൽ എന്തിനാണ്? അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു ശൈലിയാണ്. സ്വഹീഹാണെങ്കിൽ പോലും ആ ഹദീസിന്റെ ആശയ സാധ്യതകളിൽ എവിടെയും മരിച്ചവരോട് പ്രാർത്ഥിക്കാനുള്ള തെളിവില്ല എന്ന് വ്യക്തമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി കേട്ടോ,
യാ ഇബാദല്ലാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മലക്കുകളും ജിന്നുകളുമാണ് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. ഹനീഫ കായക്കൊടി കൊടുത്ത പ്രബന്ധം ഞാൻ വായിക്കുന്നത്, എന്റെ പ്രബന്ധമല്ല, നല്ലോണം കേട്ടോളിയും. നാം കാണുന്നില്ലെങ്കിലും അവയെ ഹാളറായി പരിഗണിക്കണമെന്നാണ് ഈ പണ്ഡിതന്മാരുടെ വീക്ഷണം. ഇങ്ങനെയുണ്ട്. അപ്പൊ ജിന്നുകളും മലക്കുകളുമാണ് ഇബാദത്തിന്റെ ഉദ്ദേശമെന്ന് 2012 ജനുവരിയിൽ എഴുതി കൊടുത്തിട്ടുണ്ട് ജമിയത്തുൽ ഉലമക്ക്. അതുവരെ നമ്മളെ വാദതാണ്. ഒരു കൊല്ലം കഴിഞ്ഞിട്ടില്ല വാദം മാറിയിട്ട്. ഇപ്പൊ മലക്കും ജിന്നും വിചാരിച്ചാൽ തന്നെ ശിർക്കാവുന്ന അപ്പൊ പറയുന്നത്. ഇങ്ങനെയുണ്ട് ഒരു ദീന് മാറ്റല്. എവിടുന്ന് കിട്ടി നിങ്ങൾക്ക് ഈ ദീന് മാറ്റാനുള്ള തെളിവ്? ഇനി കേട്ടോ, ഒരാളൊരു മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ നടത്തുന്ന ദിക്റിന്റെ ഭാഗമാണിത് എന്ന് ഷെയ്ഖ് സാലിഹ് ആലി ഷെയ്ഖിന്റെ അഭിപ്രായം കൂടി നാം ഇതോടൊപ്പം ചേർത്ത് വായിക്കുക. കണ്ടോ, ദിക്റിന്റെ ഭാഗമാണ്. സക്കരിയ സലാഹി പറഞ്ഞതല്ല, പിന്നെയോ ഹനീഫ കായക്കൊടി പറഞ്ഞതാ. മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ നടത്ത ദിക്റിന്റെ ഭാഗമാണെന്ന് ഷെയ്ഖ് സാലിഹ് ആലി ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്. ഇത് സഹീഹാണെന്ന് പരിഗണിച്ചാൽ തന്നെ ഇത് അത്തരം സാഹചര്യങ്ങളിലേക്ക് മാത്രം പരിമിതവും ഹദീസിൽ വന്ന പദങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതുമാണ്. ഇതാണ് സുഹൃത്തുക്കളെ വ്യക്തമായി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇതിന്റെ അവസാനത്തത് എന്താണെന്ന് നിങ്ങൾ കേട്ടോളൂ. ഈ പ്രബന്ധത്തിന്റെ അവസാനം ജിന്നിനോടുള്ള സഹായതേട്ടത്തിന്റെ വിശദീകരണമായി ഷെയ്ഖ് സാലിഹ് ആലി ഷെയ്ഖ് നടത്തിയൊരു പരാമർശം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. അൽ-ഇസ്തിആനതു ബിൽ ജിന്നി ഹറാമുൻ, ജിന്നിനോടുള്ള സഹായതേട്ടം ഹറാമാണ്, ശിർക്കാണ് എന്നല്ല. ശിർക്കായതിനെ സക്കരിയ സലാഹി ചുരുക്കിക്കെട്ടി ഹറാമാക്കി. കണ്ടോ, ജിന്നിനോടുള്ള സഹായതട്ടം ഹറാമാണ്. സവാഉൻ കാനത് ഇസ്തിആനതൻ ബിൽ ജിന്നിൽ കാഫിരി ശൈത്താൻ, അത് കാഫിർ ജിന്നാണെങ്കിൽ ശൈത്താനാണെങ്കിലും അംബിൽ ജിന്നിയിൽ മുസ്ലിം ജിന്നാണെങ്കിലും ശരി, ജിന്നോട് സഹായതട്ടം ഹറാമാണ്. ഇവിടെ ഒരുത്തം വന്നിട്ട് ചോദിച്ചത്രേ, ഹറാം എന്ന് പറഞ്ഞ ഒരു പണ്ഡിതന്റെ പേര് പറയാൻ പറ്റുമോ? നിങ്ങൾ കൊടുത്ത പ്രബന്ധത്തിൽ അതാ. ഇനി 5 പണ്ഡിതന്മാർ ജമിയത്ത് കൊണ്ട് നടക്കുന്ന ഫത്വയുണ്ടല്ലോ, ലജ്നയുടെ ഫത്വ, ആ ലജ്നയുടെ ഫത്വയിൽ ഇബ്നു ബാസ്, അതുപോലെ തന്നെ ബക്കർ അബൂ സൈദ്, സാലിഹുൽ ഫൗസാൻ, അബ്ദുള്ള ഖദയാൻ, ഇവരെല്ലാവരും ഒപ്പിട്ടിട്ടുള്ള 5 ആൾ ഒപ്പിട്ടിട്ടുള്ള ഫത്വ അതിലുണ്ട്. എന്ത്? ഒരു റുഖിയ നടത്തുന്ന ആൾക്ക് ജിന്നിനെ സഹായത്തിന് ഉപയോഗിക്കാൻ പറ്റുമോ? ലാ യജൂസുൽ ഇസ്തിഖ്ദാമുൽ ജിന്നി ബിഅയ്യി നൗഇൻ മിനൽ ഇസ്തിഖ്ദാം, ജിന്നിന്റെ സഹായം ഒരു കാര്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല. കാരണം അത് ജിന്നിനോടുള്ള സഹായതേട്ടമാണ്. വഹിയ വസീലത്തും മിൻ വസായിലി ശിർക്കി, അത് ശിർക്കിലേക്കുള്ള മാർഗങ്ങളിൽപ്പെട്ടൊരു മാർഗമാകുന്നു. ഇതൊക്കെ നമ്മൾ കൊണ്ടുവന്ന സക്കരിയ സലാഹി കൊണ്ടുവന്ന വാക്കാ വസീലത്ത് ശിർക്ക് എന്നാ ചിലവരെ വിചാരം. വാല്ല അർറുക വഹ്കാമുഹ എന്ന് പറയുന്ന സാലിഹ് ആലി ഷെയ്ഖിന്റെ ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടുണ്ട്. ഇദന്നൽ വാജിബു തർക്കുൽ ഇസ്തിആന, ജിന്നിനോട് സഹായം ചോദിക്കൽ ഉപേക്ഷിക്കുക എന്നതാണ് നിർബന്ധമായിട്ടത്. കാരണം അത് വസായിലി ശർരി വശിർക്കി, ശിർക്കിലേക്കും ഷെറിലേക്കുമുള്ള മാർഗങ്ങളിൽപ്പെട്ടൊരു മാർഗമാണ്. ആരും പറഞ്ഞിട്ടില്ല വസീലത്ത് ശിർക്കാന്ന് എന്ന് പറഞ്ഞിട്ട് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. ഏതായിരുന്നാലും എന്നെ സംബന്ധിച്ചിപ്പോ പറഞ്ഞെന്താറിയോ, ഹയ്യും ഹാദിറും ഖാദിറുമായ ജിന്നിനോട് സഹായം ചോദിക്കാമെന്നൊരു വാദം സക്കരിയ സലാഹി കൊണ്ട് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല, തെളിവ് ഹാജരാക്കണം. കഴിഞ്ഞ 30 വർഷമായി പ്രബോധന രംഗത്തുള്ള എന്റെ പ്രസംഗങ്ങളും എന്റെ ഖുതുബകളും എന്റെ ലേഖനങ്ങളും ഈ മുസ്ലിം കൈരളിയുടെ മുമ്പിലുണ്ട്. കൊണ്ടുവരൂ, നിങ്ങൾ ഒരു തെളിവ് നിങ്ങൾ കൊണ്ടുവാ, 1/2 മിനിറ്റ് ക്ലിപ്പ് കൊണ്ടുവാ, ഒരു വാചകം കൊണ്ടുവാ, ഹയ്യും ഹാദിറും ഖാദിറുമായ ജിന്നിനോട് സഹായം ചോദിക്കാം, അത് ജായിസാണെന്ന് പറഞ്ഞൊരു ക്ലിപ്പ് അല്ലെങ്കിൽ ഒരു ലേഖനം. പച്ച കള്ളമാണ് സുഹൃത്തുക്കളെ പറഞ്ഞ് നടക്കുന്നത്. ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ എന്ന് നിങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. കളവ് പറയുന്നവരുടെ മേൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ. അതല്ല, നമുക്ക് നിവൃത്തിയൊന്നുമില്ല. എന്നിട്ടോ ഞാനിതൊക്കെ പറയുമ്പോൾ പറയാണ് അതൊക്കെ തെറിപ്രസംഗമാണ്. ആരാ തെറിപ്രസംഗം നടത്തിയത്? അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞത് കേട്ടോളൂ എന്നെ കുറിച്ച്. ഈ ചെറിയ മുണ്ടമാണ് യഥാർത്ഥത്തിൽ ജിന്നിനോട് അദ്ദേഹവും യാ ഇബാദല്ലാഹ് എന്ന ഹദീസിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തുകൊണ്ടല്ല യഥാർത്ഥത്തിൽ ഇക്കാര്യം വിശദീകരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ വസീലത്ത് ശിർക്കും ഹറാമുമാണ് എന്ന് ചെറിയ മുണ്ടവും എഴുതിയിട്ടില്ല. അത് ചെറിയ മുണ്ടവും എഴുതിയിട്ടില്ല. നേരെ മറിച്ച് ചെറിയ മുണ്ടത്തിന് പറ്റിയിട്ടുള്ള വലിയ അബദ്ധം അത് അബ്ദുൽ ജബ്ബാർ മൗലവി ചെറിയ മുണ്ടത്തിൽ നിന്ന് പകർത്തിയെടുത്തു. അദ്ദേഹം ഛർദിച്ചതാണ് ജബ്ബാർ മൗലവി കുടിച്ചത്. ആ പൃഷ്ഠന്ന കഴിച്ച് ഇലനക്കിയുടെ ചിരിനക്കിയുടെ പൃഷ്ഠന്നക്കി എന്ന് പറയുന്നത് പോലെ ചെറിയ മുണ്ടത്തിന്റെ ഇലനക്കിയ ജബ്ബാർ മൗലവിയുടെ ചിരിനക്കിയായ സക്കരിയ സലാഹിയുടെ പൃഷ്ഠന്നക്കികളാണ് ഇത്തരത്തിലുള്ള വാദങ്ങളുമായി നടക്കുന്നത്. എന്നിട്ട് മറ്റുള്ളവരെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നാളിതുവരെ അത് സ്വീകരിച്ചു വന്ന ആദർശത്തിന്റെ നേരെ കുതിര കയറിക്കൊണ്ട്
തൗഹീദുള്ള ആളുകളെ ശിർക്കിലേക്ക് നയിക്കുന്ന ഈ ശിർക്കൻ പ്രചരണം ഇത്തരത്തിലുള്ള ഏത് കുൽസിത ശ്രമങ്ങളുടെ പേരിലാണെങ്കിലും ആ വിത്താണ് ഈ എടത്തനാട്ടുകരയിൽ മുളക്കാൻ അനുവദിക്കാതിരിക്കുക. എടത്തനാട്ടുകരയിൽ പ്രസംഗിക്കാം, എന്റെ നാട്ടിൽ പോയിട്ട് പ്രസംഗിക്കാം. എന്താ പ്രസംഗിച്ചത്? അബ്ദുൽ ജബ്ബാർ മൗലവി ചെറിയ മുണ്ടം ഛർദിച്ചതാണ് തിന്നത്. നല്ല ഭാഷയാണ് അബ്ദുൽ ജബ്ബാറിന്റെ. അദ്ദേഹത്തെ കാലത്തെ പ്രായമുള്ള ആളാ. ഞങ്ങളെ പറ്റിയൊക്കെ പറയുന്നു ഞങ്ങൾക്ക് പ്രായത്തെ ബഹുമാനമില്ല എന്നൊക്കെ. അദ്ദേഹത്തിന് ബഹുമാനമുണ്ടോ? അദ്ദേഹം പറയാണ് എലനക്കിയുടെ ചെറിനക്കി. അബ്ദുൽ ജബ്ബാർ മൗലവി ചെറിയ മുണ്ടത്തിന്റെ എലനക്കി, അദ്ദേഹത്തിന് ചെറിനക്കി. ഞാൻ പറയുന്നത് സ്വീകരിക്കുന്ന മുജാഹിദുകൾ, അടുത്തനാട്ട് മുജാഹിദ് പ്രവർത്തകർ പ്രശ്നം നക്കികളാണ്. ആലോചിച്ച് നിങ്ങള്. ഇന്നിപ്പോ ഒരു സാധാരണ ഈ അങ്ങാടിയിൽ ഈ ചെളുക്കളെന്നറിഞ്ഞ നമ്മള് തെറിയും പറഞ്ഞെടുക്കണേ, അങ്ങനത്തെ ആളുകൾ പോലും പറയാൻ ഉപയോഗിക്കാത്ത വാക്കുകളാണ് ഇയാൾ പറയുന്നത്. ഇയാളാണ് ഇപ്പൊ സംസ്ഥാന സെക്രട്ടറി കുപ്പായിട്ട് നടക്കുന്നത്. ഇയാളെ താങ്ങി നടക്കാണ്. ഇവിടുത്തെ ഒരു ജില്ലാ സെക്രട്ടറി പറഞ്ഞത്രേ, അബ്ദുറഹ്മാൻ സലഫിയുടെ മൂത്രം ചാടിക്കിടക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും യോഗ്യത ഉണ്ടോ? ഇങ്ങോട്ട് വ്യക്തി പൂജ ഇങ്ങോട്ട് കൂടിയിട്ടേ നിങ്ങളെ എന്താ കുഞ്ഞിപ്പോ മച്ചന്താളെ പേര് ഒരു ജില്ലാ സെക്രട്ടറി പറഞ്ഞാണ്. എങ്ങനെയുണ്ട്? അപ്പൊ വളിച്ചോൻ പറഞ്ഞത്ര നിങ്ങൾക്ക് ചിലപ്പോ യോഗ്യത ഉണ്ടാവില്ല, ഞങ്ങൾക്ക് അയാളെ തന്നെ ചാടിക്കിടക്കാനുള്ള യോഗ്യത ഉണ്ടാണ്, എന്നിട്ടല്ല മൂത്രം. അപ്പൊ ഈ രൂപത്തിൽ വ്യക്തി പൂജയിലേക്ക് പോകാൻ ഇയാളെ പറ്റി നോക്കണം നിങ്ങൾ. ഇനി നിങ്ങൾ കേട്ടോ, ഇപ്പൊ സുഹൃത്തുക്കളെ എന്താ സംഗതി എന്നറിയോ? ഭൗതികം അഭൗതികം, ജിന്നും മലക്കും അഭൗതികമാണ്, അതുകൊണ്ട് ശിർക്കാണ്. 2012 മാത്രം അഭൗതികമായത്, അതുവരെ ഭൗതികമായിരുന്നു തന്നെ. 2012 യോഗം കൂടി തീരുമാനിച്ച അഭൗതികം. പണ്ടും അഭൗതികം തന്നെയാണത്. പക്ഷെ അഭൗതികം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഗൈബി. ജിന്നും മലക്കൊക്കെ ഗൈബിയായ സൃഷ്ടിയാണ്.